അപ്പടാവേ കണ്ടിങ് വിത്ത് പ്രോഷപ്പിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് പൂശാൻ പോകുന്നതെന്ന് വെച്ചാണല്ലോ നമ്മുടെ ചങ്കുകൾക്ക് വേണ്ടി കാട്ടുമൂരിയുടെ ചങ്ക് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളും നമ്മുടെ ചങ്കുകളാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ നിരന്ന് നിൽക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് ഈ ചങ്ക് മൂരികളുടെ ചങ്ക് ഉലത്തി നമ്മുടെ ചങ്കുകൾക്ക് എല്ലാവർക്കും തരാം. നിങ്ങളും നമ്മുടെ ചങ്കാട്ടോ, തരാൻ നിർവാഹമില്ല. എന്നിരുന്നാലും ഇത് നമ്മൾ വെട്ടിവെച്ചിട്ട മൂരികളുടെ എല്ലാത്തിൻ്റെയും ചങ്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ആ കുക്കിങ്ങാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചങ്ക് ഉലത്തുന്നതിൻ്റെ കൂടെ ഒരു ഇമ്പത്തിനായിട്ട് മന്ദാകിനി നമ്മുടെ ചങ്ക് വാട്ടാണ്. വല്ലപ്പോഴെങ്കിലും ഉള്ളൂ, ഒരു രസമല്ലേ. അപ്പോൾ നമ്മുടെ സൂപ്പർ മന്ദാകിനി നാടൻ വാറ്റും ചങ്ക് കൂടി വായിട്ട് നല്ല കപ്പ വേവിച്ചതും കൂടെ കൂട്ടി നമുക്ക് തകർക്കാമല്ലേ. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അടിയില്ല എന്ന് പറയും നിങ്ങൾ നിരാശരായി. ഇനി ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയില്ല, ഇനി അടിയുണ്ട് എല്ലാ വീഡിയോയ്ക്കകത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും പോയിട്ട് ഈ ചങ്ക് കുക്ക് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് തകർത്താലെന്താ, എന്നാ റെഡി പോരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫാറ്റുള്ളതാണ്. ഇതുണ്ടോ, നല്ല ചങ്കയിലൊക്കെ നല്ല ഫാറ്റ് ഇരിക്കുകയാണേ. ഇതുകൊണ്ടോ ഫുള്ള് നെയ്യാ. ഇതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതുണ്ട് ഇതൊരു യെല്ലോ കളർ, ഇതൊരു ജേഴ്സി ക്രോസ് ആയിരുന്നേ. ഉണ്ട് ഇതിൻ്റെ ഒരു നിറം കേട്ടോ, മഞ്ഞ നിറമാണ് ഫാറ്റിന്, ഗുഡ് ഫാറ്റ്. ഇതാണ് നമ്മൾ വെടിവെച്ചാൽ ഏറ്റവും 1000 കിലോ അടുത്തുള്ള മൂരിയായിരുന്നു. അവൻ്റെ ചങ്കിൻ്റെ വലുപ്പം നോക്കി, ബാക്കിയുള്ള ഇതിൻ്റെ വലുപ്പമായിട്ട് നോക്കുമ്പോൾ എന്നെ ചെറുതെന്ന് നോക്കി. ഇതൊക്കെയാണ് കേട്ടോ. നമുക്ക് തറന്നേക്കാം കേട്ടോ, കൂടുതൽ വർത്തമാനം പറയുന്നില്ല. ഇനി നമുക്ക് ഇവന്മാരെ കട്ട് ചെയ്യണം. അതിനുശേഷം അടിക്കണ്ട നമുക്ക് മന്ദാകിനിയും കൂടി വാ പോകാം. അപ്പോൾ നമുക്ക് ഇത്രയും ചങ്കുള്ളതുകൊണ്ട് ഇത്രയും ചങ്ക് മുറിക്കാനായിട്ട് നമുക്ക് ചങ്കുകളുടെ സഹായം കൂടെ വേണം. അതുകൊണ്ട് നമ്മളിതെല്ലാം മുറിക്കണം. അപ്പോൾ നമുക്കൊരു എനർജിക്ക് വേണ്ടി നമ്മൾ മന്ദാകിനി പിന്നെ അടിക്കും, നമുക്ക് വടംവലി ഉണ്ടേ. അതുകൊണ്ട് ചെറിയൊരു ചിറപ്പിന് വേണ്ടി സിങ്ക ബിയർ, ഇത് ഞാൻ പണ്ട് തായ്ലാൻഡിൽ ബാങ്കോക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബിയറായിരുന്നു. കണ്ടപ്പോൾ ഒത്തിരി നൊസ്റ്റാൾജി വന്നു. സിങ്ക ബിയർ കേട്ടോ, അടിപൊളി ബിയറാണ്. തായ്ലാൻഡിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബിയറാണ്. അപ്പോൾ തായ്ലാൻഡ് ഓർമ്മകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മൾ അടിപൊളി. ഞാൻ നമുക്കൊന്നും പോകണ്ട ബാങ്കോക്കിന്, നമുക്കൊന്ന് തകർക്കണം. നോക്കെ കഴിച്ചാലോ എന്നാ, നേരം കഴിച്ചേക്കാം. ഇതൊന്ന് എനർജി ആക്കിയിട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചേഴ്സ് കേട്ടോ. ഇതൊക്കെ അടിച്ചുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെയല്ലേ എൻ്റെ ഒരു രസം. ചങ്കൊക്കെ കുക്ക് ചെയ്ത് വൈകിട്ട് 2 അടിക്കുക, വടംവലി, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫണ്ണ് കേട്ടോ. ഈ ലീവ് ഓൺലി വൺസ്, സോ ജസ്റ്റ് എൻജോയ് ഇറ്റ്. എന്നൊക്കെ എല്ലാം കുഴിച്ച് നോക്കി. നിങ്ങൾ ആദ്യമല്ലേ കഴിക്കുന്നത്? ഒന്ന് കഴിച്ച് നോക്കി എങ്ങനെയുള്ളത്. ഓ എൻ്റെ ബാങ്കോക്ക് ദേവതേ, അടിപൊളി സാധനം കേട്ടോ. സൂപ്പർ ബീറാ, നല്ല അവിടുത്തെ ഭയങ്കര ഫേമസ് ബീറാ അത്, സിങ്ക, നല്ല ബീറാ. അപ്പോൾ നമുക്കത് ഇത്രയും ചങ്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മുറിക്കണം. ഇനി അപ്പോൾ മുറിക്കാൻ തുടങ്ങൂലേ ചോദിച്ചാ ഡയമച്ചാ, വെട്ടിച്ചിര ഡയമണ്ട് തകർക്കടാ, മുറിക്ക്. ഈ ചങ്ക് തുറക്കാൻ നേരത്തുണ്ട്. ഇതുണ്ടോ ഏറ്റവും ഇതാണ് നമ്മുടെ ഒരു നല്ല ഡീസൻ്റ് കറുത്തമൂരിയുടെ ചങ്ക. ഇത് ഉണ്ട് കറുത്തമൂരിയെ. എൻ്റെ അമ്മോ, വാ വാ, ഇതുണ്ടോ ചങ്കെന്ന് പറഞ്ഞ ഇതൊക്കെ ന്യൂട്രീഷൻ ബോംബാണ്. നമ്മളിതൊക്കെ കഴിക്കണം. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം കഴിക്കേണ്ട സാധനമാണ്. സൂപ്പർ സാധനം. വേണ്ട ചങ്കിൻ്റെ പാളുകളുണ്ട്, നല്ല ഫ്ലെയറാണ്. ഇതുണ്ട് ഇതിൻ്റെ മഞ്ഞ നിറമാണ്. മഞ്ഞ അതിൻ്റെ അത് മറ്റേതാ ചോദിച്ചാൽ മറ്റേ ജേഴ്സി ഇല്ലേ, ജേഴ്സി ക്രോസാണ് അത്. മേഴ്സി അല്ല ജേഴ്സി. ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ശകലം പോലും ഫാറ്റ് കളയുന്നില്ലല്ലോ. നമ്മൾ ചെറിയ ക്യൂബായിട്ട് മുറിച്ചിട്ടേ. അതെ, നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ അന്നാമ്മച്ചെടുത്തി ഉണ്ടല്ലോ, അന്നാമ്മച്ചെടുത്തി ഒരു റെസിപ്പി ഞാൻ ഇങ്ങനെ നോക്കി അത് ഒന്ന് ഫോളോ ചെയ്യാമെന്ന് ഓർത്താൽ. അതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ 2 ഐറ്റംസ് കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ അന്നാമ്മച്ചെടുത്തി വീഡിയോ ഇങ്ങനെയാണ്, എനിക്ക് വലിയ മിക്കവാറെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാമായ നമ്മുടെ സിജോ ചേട്ടൻ നമ്മളെ വിട്ട് പുള്ളി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു സിജോ ചേട്ടൻ. അപ്പോൾ സിജോ ചേട്ടനെ പോകുന്നൊരു
ഒരു ഫെയർവെൽ പാർട്ടിയാണ് നമ്മളിന്ന് നമ്മുടെ ക്ലബിൻ്റെ വക കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമുക്ക് തകർത്തേക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നടാവേ, നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഞങ്ങൾക്കൊന്ന് ഹണ്ടിങ്ങിന് വരാൻ പറ്റുമോ, ഞങ്ങൾക്ക് നായാട്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി നായാട്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് നായാട്ട് നടത്തിച്ചിരിക്കും. നമ്മൾ ആഫ്രിക്കയിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹണ്ടിങ് മാത്രമല്ല, ഹണ്ടിങ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, സഫാരി ഉണ്ട്. ഭയങ്കര സംഭവം ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. കാരണം നമ്മുടെ കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് എന്റർടൈൻമെന്റ് ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിലും നമ്മൾ ഹണ്ടിങ്ങിന്റെ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് നിലവിൽ ആഫ്രിക്കയിലാണ് നമ്മുടെ ഒരു 7 days ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ഹണ്ടിങ് ആയിരിക്കും. അൾട്ടിമേറ്റ് ഹണ്ടിങ് സഫാരിയുടെ കൂടെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, ആഫ്രിക്കൻ ട്രിപ്പിനെ പറ്റിയും അതോടൊപ്പം നമ്മുടെ ന്യൂസിലാൻഡ് ട്രിപ്പിനെ പറ്റിയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടുക. അല്ലാത്തവരാണെങ്കിൽ ഇമെയിൽ അയക്കുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. നമ്മളെല്ലാവരും കൂടെ പോയി ഹണ്ടിങ്ങും ടെണ്ണമ്മലൊക്കെ അടിച്ച് തകർക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. ഇപ്പോൾ ഇടാവേ നമ്മുടെ ചങ്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവനെ നല്ല കുട്ടപ്പനാക്കി ഒന്ന് കഴുകി എടുത്തിട്ട് കുക്ക് ചെയ്യാം. നല്ല ഇത് കിടക്കുന്ന കിടപ്പ് കേട്ടോ. എന്തോ ഒരു നല്ല കോഴിക്കോടൻ അലുവ കിടക്കുന്ന അരിയാണ് കിടക്കുന്നത്. ഇതുണ്ടോ? ഓ എൻ്റെ പുന്നടാവേ, എൻ്റെ പുരാജ് ഒരു 8 കിലോ സാധനമുണ്ട് ഈസി ആയിട്ട്. അത് തന്നെ. ഇതുണ്ടോ? ഫുള്ള് ഫാറ്റാ. ഇതിൻ്റെ അതിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതും നല്ല സൂപ്പർ കപ്പ വേവിച്ചുമായിട്ട് വൈകിട്ട് ചാരായ വടി. ഇതാണ് ജീവിതം കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്ക് നമ്മൾ കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് ഫൈനൽ ഒന്നും കൂടെ കഴുകി നമുക്ക് നേരെ ഇവരെ കുക്ക് ചെയ്തേക്കാം കേട്ടോ. തകർത്തേക്കാം. സമയം പൊക്കോണ്ടിരിക്കുവാണേ. അപ്പഴേ ഫാസ്റ്റാക്കണേ. നമുക്ക് ഫിനിഷ് ചെയ്യാം. വിഷയമുള്ള കേസല്ല, അത് മയക്കുഴപ്പിന് തന്നെ. ഈ ചങ്ക് കറിയുടെ പ്രത്യേകത എന്നായിരിക്കും അറിയോ? ഇളം മൂരി തൊട്ട് വെല്ലിപ്പൻ മൂരി വരെയുള്ള എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്. എന്നാൽ പിന്നെ നമുക്ക് ഇതിനെ നല്ലതായിട്ട് മസാലയൊക്കെ തിരുമ്മി ഒന്ന് തട്ടിപ്പൊക്കി ഒന്ന് വേവിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇടാം. നല്ല ഫാറ്റുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇടുവാണ്. മഞ്ഞൾപ്പൊടി ചാമ്പിയതിന് ശേഷം നമ്മൾ തന്നെ പൊടിച്ച് വെച്ചേക്കണേ നമ്മുടെ ഗരം മസാല കേട്ടോ. മല്ലിപ്പൊടി ചേർന്ന് നന്നായിട്ട് ഇടണം. കാരണം മുളക് പൊടി ഇല്ല നമ്മുടെ സംഭവത്തിൻ്റെ അതല്ലോ. നല്ല ക്രഷ് ചെയ്ത് വെച്ചേക്കണേ നമ്മുടെ കുരുമുളക് പൊടി. കല്ലുപ്പ് അല്ല, പൊടിയുപ്പ് നെയ്റ്റേക്കും. അപ്പം നമ്മൾ ഇച്ചിരി സവോള കേട്ടോ. അധികം സവോളയുടെ ആവശ്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചേക്കണത്. ഇഞ്ചിയും വെളുത്തുള്ളി, നല്ല പച്ചമുളക്, ബാക്കി നമുക്ക് അവസാനം ഇടാം. കറിവേപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പില നമ്മൾ ന്യായമായിട്ട് ഇതുപോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടണം. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പരിപാടി, ഇറച്ചിയിലുള്ള പരിപാടി. ഇളക്കുക, തിരിക്കുക, പിടിക്കുക. ചങ്കെന്ന് പറഞ്ഞോണ്ട് ഇതാണ് ചങ്ക്. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് എല്ലായിടത്തും എത്തണം നമ്മുടെ മസാലകളെ. അതെ, ഒരു മണം ഇടാം. നല്ലൊരു അതായത് നമുക്ക് ഫീൽ ചെയ്യണം മീറ്റിൻ്റെ ആ ഒരു നൈസർഗികത. ഇത് കൂട്ട് വല്ല ജോലിയും കിട്ടുമായിരുന്നെങ്കിൽ ഒരു 8 മണിക്കൂർ ഇങ്ങനെ ഇറച്ചിയെ തിരുമ്മിക്കൊണ്ട് നിൽക്കുന്നത്. എന്നാൽ നമുക്ക് നന്നായിട്ട് അടുപ്പിച്ച് വെച്ചാൽ ഈ തിരുമ്മി ചേർത്ത ഇറച്ചീനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതിനകത്ത് കൊള്ളുമായിരിക്കും അല്ലേ? കരളിൻ്റെ ഏകദേശം ഒരു ടേപ്പ് ഇച്ചിരി മുറുക്കം കാണും. പക്ഷെ കരളിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു നല്ലത് ചങ്ക ടേസ്റ്റ്. നമ്മൾ ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അവൻ അവിടെ ഇരുന്നങ്ങ് വേവട്ടെ. വൈകിട്ട് ടൈം നമുക്കൊരു ബീർ കൊണ്ട് അടിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കിണ്ണങ്കാച്ചി ഹണ്ടിങ്ങും കുക്കിങ്ങും വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. എല്ലാ പരിപാടികളും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും വെച്ചിട്ടില്ല. ഇത് ഫുള്ള് ഇറച്ചിക്കകത്ത് നിന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയ ഇതാ. ഇനി വീണ്ടും മൂടി വെച്ചാൽ മതി.
തട്ടിപ്പൊത്തി അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇരുന്ന് വേട്ടെ. അത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേ പുള്ളിക്കാരനാണെങ്കിൽ പുല്ലുവെട്ട്, അതുകൊണ്ടാണ് ഭയങ്കര ഒച്ച കേട്ടോ. നമ്മുടെ സാധനം നല്ല വെട്ടി തിളച്ചോണ്ടിരിക്കും കേട്ടോ. നമ്മളതിൻ്റെ അകത്ത് ശകലം പോലും വെള്ളം ഒഴിച്ചാലോ കേട്ടോ ആ മീറ്റിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയതാട്ടോ. സൂപ്പർ. ഓ നല്ല കിളികളുടെ ഒച്ച, അത് ശല്യപ്പെടുത്താനായിട്ടോ. അവൻ അവിടെ കിടന്ന് പുല്ല് വെട്ടുന്നു. അവൻ ഇന്ന് മാത്രമേ വെട്ടാൻ കണ്ടുള്ളൂ. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ വടംവലിയുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ അടിസംഘത്തിൽ തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചി അവിടെ കിടന്ന് വെന്ത് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ വരട്ടിയെടുക്കണം. അതിന് മുന്നേ നമുക്ക് നല്ല നമ്മുടെ മന്ദാകിനി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അവൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മന്ദാകിനി അല്ല ഇവരെ ഒന്ന് നോക്കട്ടെ. മന്ദാകിനി എന്നോട് എല്ലാവരും കൊടുക്കാം. ഇവിടെ ഭയങ്കര ബഹളമാണേ. ഊടുപാടെ കള്ളുടിയും വരാം. വായി എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ മന്ദാകിനി ഈ താല ഞാൻ നമ്മുടെ പ്രിയങ്കരനായ സിജോ ചേട്ടന് ഞാൻ കൈമാറുകയാണ്. ഇത് കഴിച്ച് സിജോ ചേട്ടൻ ചേഴ്സാണോ? വേറെ 2 വാക്കുകൾ പറയാൻ. പോകുന്ന ദാദാസിന്റെ പടക്കുതിരകൾക്ക് എല്ലാവിധ ആശംസകളും. ചോദിക്കുവാണോ നിങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാവരും ഓരോ ഡ്രിങ്ക്സ് എടുക്കുക. നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എടുക്ക. ഓക്കെ, അപ്പൊ നോക്കിയാലോ. ചേഴ്സ് കേട്ടോ മന്ദാകിനി. നോക്കട്ടെ. ഇപ്പൊ കള്ളുകൂടി ഇല്ലാന്നുള്ള ആൾക്കാർ കഴിഞ്ഞ വീഡിയോക്കകത്ത് കള്ളുകൂടി ഇല്ലാന്നിട്ട് ഭയങ്കര പരാതി ആൾക്കാര്. അതല്ലേ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് മറ്റേ നമ്മുടെ പണ്ട് ഹോമിയോമര് തരുന്നില്ലേ അതിന്റെ ഒരു മണം അല്ലേ? ശരിയാ. ഗുളിക അതിന്റെ ഒരു ചെറിയ വെള്ള ഗുളിക. അതിന്റെ ഒരു സാധനം. പക്ഷെ ഭയങ്കര നമ്മുടെ മറ്റേ ചാരായത്തിന്റെ ഒരു കത്തില്ല കേട്ടോ. ചിലപ്പോ ഇത് മനുഷ്യന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ ടേസ്റ്റ് നോക്കി ഇനി നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ. നമുക്ക് നേരത്തെ പോയി നമ്മുടെ ചങ്ക അങ്ങോട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടേ നമുക്ക് ഇവനെ ലാസ്റ്റ് നമ്മുടെ ഒരു വരട്ടുണ്ട് അതും കൂടെ അങ്ങ് സെറ്റ് ചെയ്യാം. ശുദ്ധമായ വെളിച്ചെണ്ണ ഞെക്കി പീച്ചുക. ഓർഗാനിക് വെളിച്ചെണ്ണ ഫ്രം ഫിജി. പിന്നെ ചെറിയ ശബ്ദകോലാഹലമുണ്ട്. അത് നമ്മൾ മറ്റേ ഒരു ബാറിലെ ഒരു ഫീലാണ് നിങ്ങൾക്ക് കൂടെ കിട്ടുന്നത് കേട്ടോ. കറക്റ്റ് കേട്ടോ. അവസാനം നമ്മളെന്നാൽ ഇതിനെ നമ്മുടെ മുഴുവൻ ഗരം മസാല ഒന്ന് പൊട്ടിക്കോട്ടെ. ഇതിൻ്റെ അകത്ത് നമ്മുടെ പരിപാടി വേറെ പാത്രമൊന്നുമില്ല. എല്ലാം മുഴുവൻ ഗരം മസാല മുഴുവൻ ഗരം മസാല. ഇനിയുണ്ടോ നമ്മൾ ഇച്ചിരി ഗാർലിക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. നടുവേ കീറിയിരിക്കുന്ന ഗാർലിക് ഉണ്ടോ. അടിപൊളി അടി സക്കെ എന്ന് പറഞ്ഞ കറിവേപ്പിലല്ല, നാടൻ വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണേ. സൂപ്പർ. പെപ്പർ അങ്ങോട്ട് കൊടുക്കാം. പെപ്പർ വേണം. പണ്ടാരം പോടെ. അവസാനത്തെ നമ്മുടെ പരിപാടി ഉണ്ടോ, ശക്കല നല്ല കറിവേപ്പില അങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ടോ നല്ല സൂപ്പർ കറിവേപ്പില ചങ്കിൻ്റെ കൂടെ ഇങ്ങോട്ട്. ആഹാ അയ്യോ പൊട്ട അടി. ആ ജൈവ കറിവേപ്പില, ചാണകം മാത്രമേ ഇല്ലാത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിലേതോ പശുവിന്റെ ചാണകമാണ് ഇട്ടിരിക്കുന്നത്. ന്യൂസിലൻഡിലല്ലേ മരപ്പട്ടിയുടെ? അതെ. അതിന് ഫേമസ് പോലെയാണ് ലുംബ. ഇത് ഞങ്ങൾ പകർ മൊത്തത്തിൽ ഇളക്കി കൊടുത്താൽ ആ കറിവേപ്പില മിക്സ് ചെയ്തു. അപ്പനാണോ? ആ ഇളക്കിക്കൂ. ഫുൾ മിക്സ് ചെയ്യൂ. ഇളക്കിവിട്. ആ അത് കേട്ടോ. ഇച്ചിരി ഒരു പൊട്ടി ഗരം മസാല കൂടെ മുകളിലങ്ങ് തൂളാം. പൊട്ടി ഗരം മസാല മതി. മാന്ത്രിക മസാല സഞ്ജൂസ് മാന്ത്രിക മസാല. അല്ല ആ ഗരം മസാല ഉണ്ടാക്കിയത് സഞ്ജുവയാ. മാജി മസാല അല്ല, അത് ആ ഗരം മസാല സഞ്ജുവ ഉണ്ടാക്കിയതാ. എല്ലാരും എന്നെ ഹാപ്പിയാന്ന് നോക്കി. 2 അടിക്കുക, വടംവലി, ഇതൊക്കെയാണ് നമ്മുടെ ഒരു രസം. എല്ലാവരും എന്നെ ഹാപ്പിയാന്ന് നോക്കി. ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മളൊരു ഒത്തുചേരൽ. നമ്മുടെ മന്ദാകിനി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നതാണ്. നല്ല ഒന്നാന്തരം ഡ്രിങ്കാണ്. നമ്മൾ പല ഡ്രിങ്കുകളും കഴിച്ചിട്ടുണ്ട്, ചാരായം കഴിച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഡ്രിങ്കാട്ടോ. ഇതിൽ ഏതായാലും നമ്മുടെ ഒരു മലയാളികൾ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയത് വളരെ ഒരു സൂപ്പർ സാധനം, അടിപൊളി.
കാരണം നല്ല ഫ്ലേവറാണ്. എനിക്കിത് കഴിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറയും, ദൈവം ഇത് കഴിക്കുമ്പോഴോ സ്പ്രൈറ്റോ എന്ന് ചോദിച്ചു ഇതിൻ്റെ ഡ്രിങ്കിൻ്റെ പരിശുദ്ധി നിങ്ങൾ നശിപ്പിക്കരുത്. ജസ്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ട്രൈ അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഐസ് ക്യൂബ് ഇട്ട് ഇച്ചിരി വെയിറ്റ് ചെയ്ത് നന്നായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ ചങ്ക് നല്ലതായിട്ട് വെന്തോ അല്ലെന്ന് ഇത് കണ്ടോ, അത് കിടക്കുന്നു നോക്കി, അത് നെയ്യ് ഇറങ്ങിയിട്ടേ ഒരു മഞ്ഞ നിറവും നെയ്യും വെളുത്തുള്ളി എല്ലാം കൂടെ കിടക്കുന്നു കേട്ടോ. ഇത് ഞങ്ങൾ പേരിട്ടു കേട്ടോ, ഉസ്ലാംപെട്ടി ചങ്ക് കേട്ടോ. ഇതെൻ്റെ ദൈവം ഒടുങ്ങാൻ അത് മൂരി, കാട്ടുപൂരി. അല്ല ജേഴ്സി ക്രോസ്. കേട്ടോ കേട്ടോ, നല്ല കപ്പ. 4 കിലോ കപ്പയ്ക്ക് 1.5 കിലോ തേങ്ങ അരച്ച സഞ്ജുബായുടെ സ്പെഷ്യൽ കപ്പയാണ് കേട്ടോ. കണ്ടെത്തിന്ന് പറഞ്ഞ കപ്പ, അത് ഫിജിയിലെ കണ്ടെത്തിന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നമ്മൾ ഞാൻ തന്നെ ആദ്യം നക്കിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും കൊടുക്കാം. അയ്യോ ചോദിച്ചാ എന്നാണിത് എന്റെ അപ്പോ ചോദിച്ചാൽ ബുൾഡോസർ പോകുന്നരിയാ എന്റെ അപ്പോ. കഴിക്ക കപ്പ ഇറച്ചിക്കൊണ്ട് എടുക്കും. അമ്പത്തൂർ സിംഗം വെട്ടിച്ചൊരു ഡയമൻ എങ്ങനെ ഉണ്ടാ ഇവന്റെ ജീവൻ ടോണാണ് ഈ കപ്പ. രഹസ്യം ഔഷധ ഗുണമുള്ള കപ്പ. അപ്പൊ ഞാനൊന്ന് കഴിച്ചോ കേട്ടോ. നല്ല കപ്പ, നല്ല കപ്പയും ചങ്കിന്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. എങ്ങനെയാണോ ചങ്ക് ചങ്കും കപ്പയും കൂടി എടുത്തിട്ടുണ്ട്. എങ്ങനെ എടുക്കണം ആണോ? ആണോ എങ്ങനെയുണ്ട് അഭിപ്രായമല്ലോ? ഇതാണ് ജീവിതം കേട്ടോ. നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുക. ഫണ്ടിൻ്റെ സമയത്ത് ഫണ്ടെത്തുക, ഡ്രിങ്ക് റെസ്പോൺസിബിളി. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യണം, നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. കപ്പയും ചങ്കും നല്ല വാറ്റൊക്കെ അടിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്യുക, അതുപോലെ നിങ്ങളും എൻജോയ് ചെയ്യണം. നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല അല്ലേ? നമ്മൾ എൻജോയ് ചെയ്യണം. ജീവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒറ്റ ജീവിതമുള്ളൂ. ജോലി മാത്രമായിട്ട് പട്ടിയെപ്പോലെ ചത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സെറ്റപ്പും ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക, മോശം കമൻറ്റ് അടിക്കുക. അപ്പം അതാണ് ഞങ്ങളുടെ ശക്തി. അതുകൊണ്ട് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണുന്നതാണ് പറയാം എല്ലാവർക്കും ഗുഡ് ബൈ.